എല്ലാവർക്കും അച്ചീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കോളിഫ്ലവർ വെച്ചിട്ടുള്ള റെസിപ്പി തയ്യാറാക്കാം. കോളിഫ്ലവർ 65 ആണ് ഞാൻ തയ്യാറാക്കുന്നത്. തട്ടുകടയിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ പോയി നമ്മളിത് കഴിച്ചിട്ടുണ്ട്. അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കോളിഫ്ലവർ വേണം. ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് ഇത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇൻസെക്റ്റോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. ഇത് കുറച്ച് സമയം ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ആദ്യം ഞാനിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. ഇത് കുറച്ച് സമയമായി ഞാൻ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ട് ഇനി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പം ഞാൻ എന്താ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ കോളിഫ്ലവറാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തും കിട്ടും. പിന്നെ ഇതിൽ വേറെ അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് 5 മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇപ്പോൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ ഒരു 5-10 മിനിറ്റ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണേ. ഞാനിത് 2 സ്പൂൺ വീതം എടുത്തത് ഒരു മീഡിയം ടൈപ്പ് കോളിഫ്ലവർ എടുത്തുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ വലിയതാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ കുരുമുളകും പെരിഞ്ജീരകവും വേറെ പൊടിയാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഞാനിത് ഒരുമിച്ച് പൊടിച്ചെടുത്തതേ ഉള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് തൈര്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് നേരത്തെ ഈ കോളിഫ്ലവർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. ഞാൻ ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു പാത്രത്തിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് പതിയെ ഓരോന്നോരോന്നിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുത്താലും നല്ലതാണ്. അപ്പോൾ ഇത് എണ്ണയിലിട്ടു. ഇനി നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്. കുറച്ച് സമയം ഇത് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് കുറച്ച് ഇത് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി തിരിച്ചിട്ടൊക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ ഇത് നന്നായിട്ട് മുരിഞ്ഞും കിട്ടത്തില്ല, വേഗത്തുമില്ല. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇതിന് എടുക്കാവുള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അതിനകത്ത് അവർ എക്സ്ട്രാ കളറൊക്കെ ചേർക്കും. അതാണ് അത്രയും നല്ല റെഡ് കളറിലൊക്കെ ഇരിക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനാണല്ലോ വീട്ടിലെല്ലാം തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി
നമ്മൾ ഇത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കും. ബാക്കിയുള്ളതും കൂടെ വറുത്തെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഫ്രൈ ചെയ്യും. അപ്പം ഇതാദ്യം നമുക്ക് ഒന്ന് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ഇട്ടെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്യാം. ലാസ്റ്റ് ഞാൻ ഇട്ടതും ഒരു മധുരം ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1-2 പച്ചമുളക്, കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് ഇന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ കറിവേപ്പിലൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.